ഇനി കോട്ടയം നഗരസഭയിലേക്കാണ്. അവിടെ പെൻഷൻ തട്ടിപ്പ് കേസ് പ്രതി അഖിൽ സി വർഗീസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. ആഡംബര ജീവിതത്തിന് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ചെലവഴിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി. ഓഗസ്റ്റ് 27-നാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് അഖിലിനെ അറസ്റ്റ് ചെയ്തത്. പെൻഷൻ ഫണ്ട് മാറ്റി 2.39 കോടി രൂപയാണ് പ്രതി തട്ടിയത്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, പെൻഷൻ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഖിൽ സി വർഗീസിനെ പിടികൂടാൻ തന്നെ കാലങ്ങൾ എടുത്തിരുന്നു. ഇപ്പോൾ പിടികൂടി കഴിഞ്ഞപ്പോൾ ഈ പണം എല്ലാം ചെലവഴിച്ചു എന്നുള്ള മൊഴിയാണോ അഖിൽ സി വർഗീസ് നൽകുന്നത്? ഇനിയിപ്പോൾ പോലീസിന്റെ അടുത്ത നടപടികൾ എന്തൊക്കെയായിരിക്കും ജോസി? ജിൽസി, പ്രതി അഖിൽ സി വർഗീസിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഈ ആഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് അഖിലിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഓണാവധിക്ക് കോടതി അടച്ചതിനാൽ ഇയാൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുവാൻ വിജിലൻസ് സംഘം ഒരുങ്ങുന്നത്. വിശദമായി ഇയാളെ ചോദ്യം ചെയ്യേണ്ടതിന് പ്രധാനപ്പെട്ട കാരണം ഇയാൾ ഈ പണം എങ്ങനെ ഉപയോഗിച്ചു, കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ആഡംബര ജീവിതത്തിനാണ് ഇയാൾ പണം ഉപയോഗിച്ചിരുന്നെന്നുള്ള പ്രാഥമിക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമായും ആഡംബര ബൈക്ക്, അതോടൊപ്പം കാറ്, 7.5 സെന്റ് ഭൂമി, അതോടൊപ്പം കൊല്ലത്ത് താമസിച്ചിരുന്ന വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണം, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇയാൾ പണം ചെലവഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പിടികൂടിയ സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ തുക കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും പണം ഏൽപ്പിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. 2020-23 കാലഘട്ടത്തിൽ കോട്ടയം നഗരസഭയിൽ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന സമയത്താണ് കൊല്ലം സ്വദേശിയായ അഖിൽ സി വർഗീസ് തട്ടിപ്പ് നടത്തിയത്. അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2.39 കോടി രൂപ പല കാലങ്ങളായി ട്രാൻസ്ഫർ ചെയ്യുകയും ആ തുക തട്ടിയെടുക്കുകയുമായിരുന്നു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഏറ്റവും ഒടുവിലാണ് വിജിലൻസ് അന്വേഷിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസം പ്രതിയെ പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നടപടികളിലേക്കും കടക്കുമെന്നാണ് വിജിലൻസ് സംഘം അറിയിക്കുന്നത്.